സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര പ്രശ്നം ഇതിലില്ലെന്ന് ഞാൻ പറയുകയാണ്. ശ്രീ എം ഉമ്മർ. സർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ ആദ്യ വാചകം തന്നെ സർ വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആദ്യ വാചകം തന്നെ വേണ്ടത്ര അടിസ്ഥാന സൗകര്യമില്ലാതെ 2012 മെഡിക്കൽ കോളേജ് ആരംഭിച്ചു എന്നുള്ളതാണ്. സർ, ഇത് തന്നെ ഒരു കുറ്റപ്പെടുത്തലാണ്. സർ, യഥാർത്ഥത്തിൽ 33 വർഷത്തിന് ശേഷം കേരള സംസ്ഥാനത്ത് ഗവൺമെന്റ് മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് വരിക എന്ന് പറയുമ്പോൾ സർ, യഥാർത്ഥത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് മുന്തിയ ചികിത്സ, മിടുക്കന്മാരായ സാധാരണക്കാരായ കുട്ടികൾക്ക് മെറിറ്റോടുകൂടി പാസ്സായാൽ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. സർ, കേരളത്തിൽ 33 വർഷമായിട്ട് രണ്ട് മുന്നണികൾ ഭരണം മാറി മാറി ഭരിച്ചു. സർ, ഒരു മുന്നണിക്കും ഒരു പാവപ്പെട്ടവന് പഠിക്കാൻ ഒരു മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജ് ഉണ്ടാക്കണം എന്നുള്ളതിന് സാധിക്കാതെ പോയി. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയോടുകൂടി മഞ്ചേരിയിലെ 40 ലക്ഷത്തിൽ വരുന്ന ജനസംഖ്യയുള്ള ഏറ്റവും മുന്നാക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. സർ, സർ, കേരളത്തിൽ എവിടെയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടുള്ളത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ എന്തായിരുന്നു സ്ഥിതി? കോഴിക്കോട് മെഡിക്കൽ കോളേജ് 57 ശ്രീമാൻ EMS നമ്പൂതിരിപ്പാടിന്റെ കാലത്ത് ആദ്യത്തെ ഗവൺമെന്റ് ആരംഭിച്ച മെഡിക്കൽ കോളേജിന്റെ അന്നത്തെ സ്ഥിതി എന്തായിരുന്നു സർ? വളരെ പരിമിതമായ സൗകര്യത്തോടുകൂടി ആരംഭിച്ച് പിന്നീട് പടിപടിയായി ഉയർന്ന് പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി സൗകര്യത്തോടുകൂടി മാറിയുണ്ടായത്. സർ, തൃശ്ശൂരിലെ സ്ഥിതി എന്തായിരുന്നു സർ? ആലപ്പുഴയിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സർ? കോട്ടയത്ത് എന്തായിരുന്നു സ്ഥിതി? സർ, മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് വരുമ്പോൾ മാത്രം ഈ സൗകര്യങ്ങളില്ലാതെ തുടങ്ങി എന്ന് പറയപ്പെടുന്നത് വളരെ നിർഭാഗ്യകരമാണ്. മന്ത്രിയുടെ മറുപടി വേദനിപ്പിക്കുന്നതാണ് സർ. സർ, എനിക്കിത് കേവലമായ ഒരു അടിയന്തര പ്രമേയത്തിന്റെ ഒരു വിഷയം മാത്രമല്ല സർ. എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രധാനമാണ് സർ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ്. ഒരുപാട് കാരണങ്ങളുണ്ട് സർ. അടിസ്ഥാനപരമായി ഒന്ന്, കേരളത്തിൽ ഏറ്റവും അക്ഷരാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗം താമസിക്കുന്ന പ്രദേശം. സർ, ഇന്നും ഒരുപാട് രാജ്യം പുരോഗമിച്ചിട്ടും ഇപ്പോഴും ആളോഹരി വരുമാനത്തിൽ 14ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ജില്ലയിൽ നിന്നുള്ള ജനപ്രതി എന്നുള്ള നിലക്ക്, മാത്രമല്ല 40 ലക്ഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പ്രദേശത്തെ ജനപ്രതി എന്നുള്ള നിലക്ക്, മാത്രമല്ല സർ, വൈദേശിക ആധിപത്യത്തിനോട് പോരാടിയതിനു ശേഷം ആ ഭാഷയെ വെറുത്തു എന്നുള്ള ഒറ്റ കാരണത്താൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിച്ച ഒരു സമൂഹം താമസിക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്ക് അവിടേക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യം പോരാ എന്ന് പറയലാണ് സർ ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് ചുമതല. സർ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ 8 ദിവസമായി അവിടെ നിരാഹാരത്തിലാണ്. സർ, 8 വിദ്യാർത്ഥിനികൾ 4 ദിവസമായി നിരാഹാര സമരത്തിലാണ് സർ. അവർ ഇതുവരെ 4 വർഷം കഴിഞ്ഞ് 5ാം വർഷത്തിലേക്ക് കടന്നിട്ടും ഒരു സമരം പോലും നടത്തിയിട്ടില്ല സർ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. കോളേജ് മഞ്ചേരിയിലാണ് എങ്കിൽ പോലും കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും അവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് സർ. മലപ്പുറത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ 400 കുട്ടികളിൽ മൊത്തം നോക്കിയാൽ 75 താഴെയുള്ള കുട്ടികളുള്ളൂ. അപ്പൊ ഇതൊരു ജില്ലയുടെ മെഡിക്കൽ കോളേജ് അല്ല. പിന്നോക്ക പ്രദേശത്തെ ജനങ്ങൾക്ക് സർ അവിടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോ 10ാം തരത്തിലൊക്കെ കുട്ടികൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് സർ. കൂടുതൽ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാവപ്പെട്ട അമ്മമാർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നീ നന്നായി പഠിച്ചാൽ ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ നിനക്ക് ഇവിടെ സൗജന്യമായി പഠിക്കാൻ ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠനത്തിൽ ഔത്സുക്യം ഉണ്ടാക്കാൻ അത് കഴിയും. അതുകൊണ്ടാണ് സർ ഞാൻ പറയുന്നു, ഇവിടെ മഞ്ചേരിയിൽ നിന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പ് സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ എൻട്രൻസിൽ 1ാം സ്ഥാനം മഞ്ചേരിക്കുണ്ടായി. പിന്നോക്ക ജില്ലയിൽ നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസിൽ പടിപടിയായി ആ പിന്നോക്ക ജില്ലകൾ മുന്നോട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, പഠിക്കാൻ ഒരു സ്ഥലമുണ്ട്, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഭരണകൂടമുണ്ട് എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് സർ. ഈ 4 വർഷത്തിനിടയിലെ കുട്ടികൾ 400 കുട്ടികൾ പഠിക്കുകയാണ്. ഒരപശബ്ദം നാട്ടിലുണ്ടാക്കിയിട്ടില്ല. കുട്ടികൾ താമസിക്കുന്ന എവിടെയാണ്? താഴെ രോഗികളും മുകളിൽ ഡോക്ടർമാരായ കുട്ടികളാണ് പഠിക്കുന്നത്, മെഡിക്കൽ സ്റ്റുഡൻസും. ഒരു രോഗി പോലും ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കിയെന്ന് ഒരു രോഗി പോലും ഇതൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. മാത്രമല്ല സർ, ഒരു കുട്ടിക്കും അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടില്ല. ഈ ജില്ലയിലെ നാനാഭാഗത്ത് നിന്ന് ആ പിന്നോക്ക പ്രദേശത്ത് വന്ന ഒരു കുട്ടിക്ക് പോലും ആ നാട്ടുകാരെ സംബന്ധിച്ചോ ആ കോളേജിനെ സംബന്ധിച്ചോ യാതൊരു ആക്ഷേപവുമില്ലാതെ അവർ പഠിച്ചതുകൊണ്ടാണ് സർ ഇവിടെ 50ഉം 60ഉം വർഷം പിന്നിട്ട മെഡിക്കൽ കോളേജുകളെ പിന്നിലാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 1ാം വർഷത്തെ MBBS 25 മെഡിക്കൽ കോളേജുകളെ പിന്നിലാക്കി 1ാം സ്ഥാനത്ത് ആദ്യ ബാച്ചിനെത്താൻ കഴിഞ്ഞത് ആ പിന്നോക്ക ജില്ലയിലെ ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഞാൻ വിചാരിക്കുകയാണ് സർ. അല്ലെങ്കിൽ ഏറ്റവും മെറിറ്റിൽ താഴെ നിൽക്കുന്ന മഞ്ചേരിയിലെ അസൗകര്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അക്കാദമിക രംഗത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജ് മുന്നോട്ട് പോയത്? ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒരു സഹോദരിയായതുകൊണ്ട് ഒരു അമ്മയായതുകൊണ്ട് അവർ ഈ രംഗത്ത് കൂടുതൽ ശോഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു സർ. ഞാൻ ആദ്യമായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ആദ്യം കാണുന്ന മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രിയാ. അവരോട് ഞാൻ പറഞ്ഞത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ സഹായിക്കണമെന്നുള്ളതാ സർ. ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അങ്ങ് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അവഗണിക്കരുത്. ഒരൊറ്റ കാര്യം മാത്രമേ, രണ്ടാമതൊരു റോഡിന്റെ കാര്യമോ മറ്റൊരു പ്രശ്നവും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല സർ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ ജീവനേക്കാൾ പ്രധാനമാണ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ്. എന്റെ അമ്മ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു പോയത് ഇത് താലൂക്ക് ആശുപത്രി ആയതുകൊണ്ടാണ്. അങ്ങനെ എത്ര അമ്മമാർ ഇന്നും ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർ. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരോട്, അങ്ങനെയുള്ള ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിപ്പോകരുത് സാർ. അവിടുത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി പഠിക്കണം. എത്ര ഓട്ടോറിക്ഷക്കാരന്റെ മക്കൾ, അന്യന്റെ പാത്രം കൈക്കൊണ്ടിരുന്ന അമ്മമാരുടെ മക്കൾ, ചുമട്ടുതൊഴിലാളികളുടെ മക്കൾ ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നുവെങ്കിൽ ആ കുട്ടികൾക്ക് തന്നെ ഒരിക്കലും പഠിക്കാൻ ഇടമുണ്ടാകുമായിരുന്നു സർ. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സ്വാശ്രയക്കാർക്ക് ഫീസ് കൂട്ടി കൊടുക്കൽ മാത്രമാണ് സർ ഗവൺമെന്റ് ഉത്തരവാദിത്തം. സ്വാശ്രയക്കാരുടെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്യത്തെ അപമാനമാണ് എന്ന് ഞാൻ പറയുന്നത് സർ. ഇനിയും നിങ്ങൾ ഞങ്ങളെ അപമാനിക്കരുത്. ഇതൊരു രാജ്യത്തിന്റെ വികാരമാണ്, ഒരു പ്രദേശത്തിന്റെ വികാരമാണ്, അതല്ലാതെ കേവലമായ ഒരു അടിയന്തര പ്രമേയത്തിന്റെ വിഷയമല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് സർ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഞാൻ അവിടുത്തെ കോളേജ് യൂണിയനുമായി സംസാരിച്ചു, അവർ സംതൃപ്തരാണ്. സർ, ഒന്നുമില്ലാത്തവന് കിട്ടുന്നതൊക്കെ സംതൃപ്തിയല്ലേ? ഭിക്ഷക്കാരന് നിങ്ങൾ 10 നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുത്താൽ ഞങ്ങൾ സംതൃപ്തരാണ് സർ, മതി സർ. ഇത് വളരെ വികാരപരമായ പ്രശ്നമാണ് സർ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ 4ാം വർഷത്തിലേക്ക് കുട്ടികൾ പഠിച്ച് 5ാം വർഷത്തിലേക്ക് കടക്കുക. ആറ്റുനോറ്റുണ്ടായൊരു ആറ്റുനോറ്റുണ്ടായൊരു ഉണ്ണി എന്ന് പറഞ്ഞതുപോലെ ആറ്റുനോറ്റുണ്ടായൊരു മെഡിക്കൽ കോളേജിൽ സർജറി വിഭാഗത്തിൽ മാത്രം സർ 7 പേരാണുള്ളത്, 26 വേണ്ടെടുത്ത്. അതിൽ തന്നെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാർ 4 പേര്, ഒരു പ്രൊഫസർ, ഒരു അസോസിയേറ്റ് പ്രൊഫസർ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ, 4 ജൂനിയർ റെസിഡന്റ്മാർ, 4 താൽക്കാലികക്കാർ. സർ, എങ്ങനെയാണ് താൽക്കാലികക്കാർ ഇവിടെ ചുമതലയേൽക്കുക? ഒരു ഡോക്ടർക്ക് കൊടുക്കുന്ന ശമ്പളം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ ഓർക്കുക, ജൂനിയർ ഡോക്ടർമാർക്ക് കൊടുക്കുന്നത് 35,000. ഇവിടെ പ്യൂണായിക്കൊണ്ട് തന്നെ ആദ്യം ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് പോലും 25,000, 30,000 ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഡോക്ടർമാരായി വരുന്ന ആളുകൾക്ക് നമ്മൾ താൽക്കാലികക്കാർക്ക് കൊടുക്കുന്നത് 35,000 രൂപയാണ്. എങ്ങനെ ഡോക്ടർമാരെ കിട്ടുക സർ? അപ്പൊ ഇതൊക്കെ പരിശോധിക്കേണ്ട സർ. അപ്പൊ ഇത് ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യം ഇവിടെ പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല. ഞാൻ എല്ലാം ഈ ഗവൺമെന്റിന്റെ ചുമതലയിൽ വെച്ച് കെട്ടുക എന്നുള്ളതല്ല. ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ കാളിംഗ് അറ്റൻഷൻ ചോദിച്ചു സർ. കാളിംഗ് അറ്റൻഷനിൽ ബഹുമാനപ്പെട്ട മന്ത്രി അന്ന് പറഞ്ഞ എന്താ പറയുക, 75 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച ഹോസ്റ്റലിന്റെയും റെസിഡന്റ് ക്വാർട്ടേഴ്സുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് 6 മാസമായി സർ. ഈ മറുപടി കാളിംഗ് അറ്റൻഷന് പറഞ്ഞിട്ട് 6 മാസമായി. എന്താ ആരംഭിച്ചു? പിന്നെ ഇപ്പൊ പറയുന്ന ടെൻഡറിന് സർ ഒരിക്കൽ ടെൻഡർ ചെയ്ത പ്രവർത്തനമാണ്. അതിൽ ചെയ്യേണ്ട സംഗതി എന്താ? ഒരു കെട്ടിടത്തിന് ടെൻഡർ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട സുധാകരൻ മന്ത്രി ഇവിടെയുണ്ട്, 17% എബോവായി ടെൻഡർ ചെയ്തു. അവരുമായി നെഗോഷിയേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പൊ തന്നെ അതിന്റെ കെട്ടിടത്തിന് പണി ആരംഭിക്കാമായിരുന്നു. ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ അതിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കണം. ഞാൻ മത്സരത്തിൽ ടെൻഡർ ചെയ്താണ്, അങ്ങനെയുണ്ടോ എന്നാണ് ചോദിച്ചത്. ബഹുമാനപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും DMEയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും അടക്കം ഇവിടെ നിന്ന് മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വന്ന് റിവ്യൂ നടത്തി. എനിക്ക് സന്തോഷമുണ്ട് സർ. അന്ന് ഞാൻ വിചാരിച്ചു മന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്തു, ഉദ്യോഗസ്ഥന്മാർ നോട്ട് ചെയ്തു, എല്ലാവരും നോട്ട് ചെയ്തു, ഉടനെ ടെൻഡർ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഇപ്പോഴും അവിടുത്തെ ടെൻഡർ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സർ. ഇപ്പോഴും ആലോചിക്കാമെന്നാ പറയുന്നത്, ടെൻഡർ നടപടി ആരംഭിക്കാം. ഒരിക്കൽ ടെൻഡർ ചെയ്ത പ്രവർത്തനം ഇനി സർ നെഗോഷിയേറ്റ് ചെയ്യേണ്ട പ്രശ്നമുള്ള റീടെൻഡർ ചെയ്യണമെങ്കിൽ ഇത്രയധികം താമസം ഉണ്ടാവും സർ. അപ്പൊ സർ ഇതൊക്കെ തന്നെ വേണമെന്ന് വിചാരിക്കാത്തതുകൊണ്ട് ഈ ഗവൺമെന്റിന് ആഗ്രഹമുണ്ടെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നടത്തിക്കൂടെ സർ. അതല്ല സ്വാശ്രയക്കാരുടെ പണക്കാരൻ മാത്രം 14 1 കോടിയും കൊടുത്ത് പഠിച്ചാൽ മാത്രം മതിയോ? ചെറിയ മെഡിക്കൽ കോളേജ് ഞാൻ വെറുതെ വികാരപരമായി പോകുന്നല്ല. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ് കൂട്ടി, തിരുവനന്തപുരത്ത് 2ാം മെഡിക്കൽ കോളേജ് വരുന്നതിന് മുമ്പ് തന്നെ ഗർഭചിത്രം നടത്തിയത് നടപ്പിലാക്കാൻ കഴിയാതെ പോയി. എല്ലാം റെഡിയാക്കി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാ പിന്നെ മന്ത്രിക്ക് പണി സാർ ഉദ്ഘാടനം ചെയ്യലാണോ? ആര് ടീച്ചർ? ഇന്നലെ ടീച്ചർ അതിന് മുമ്പ് പോയിട്ടുണ്ട്. ഇന്നലെ മെഡിക്കൽ കോളേജിലൊന്നും പോയില്ല ടീച്ചർ. ഇന്നലെ അവര് ടിവിയിൽ സംസാരിച്ചിട്ടുള്ളൂ. ഞാനും സംസാരിച്ചിട്ടുണ്ട്. ആ ഫോണിൽ അല്ല, ടിവിയിൽ അതിന് കാണുന്നു, ടിവിയിൽ സംസാരിക്കുന്നത് കാണുന്നു. ഞാൻ മന്ത്രിയെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഇല്ലായ്മയാണ്. ഇത് നിങ്ങൾക്ക് അവസാനത്തെ പ്രയോറിറ്റിയാണ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മേഖലയിൽ. എന്താണ് ശശി, അതൊന്ന് പറഞ്ഞോട്ടെ. നാടകം തന്നെയാണ്. 33 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്, 33 വർഷത്തിന് ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജ് വരുന്നത്. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. പ്ലീസ് ശശി ഒന്ന് ആലോചിക്കണം. പാലക്കാട് ജില്ലയിൽ പട്ടികജാതിക്കാർ ശശിയുടെ ആളുകൾ വരിച്ചപ്പോൾ നടന്നിട്ടില്ലല്ലോ. പട്ടികജാതിക്കാർ 70 പട്ടികജാതിക്കാരാണ്. അവിടെ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു 70 പട്ടികജാതിക്കാരാണ് ഓരോ വർഷവും പാലക്കാട് നിന്ന് പുറത്തിറങ്ങുന്നത്. ശശിയുടെ താവളത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ,
സർ ഇവിടെ കുട്ടികളുടെ ഡിമാൻഡ് സർ കുട്ടി ഞാൻ പറഞ്ഞോട്ടെ ശ്രീ ഉമ്മർ പ്ലീസ്. മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത് അന്ന് ഇവിടുന്ന് പ്രതിപക്ഷത്തിരുന്ന അന്നത്തെ സലീക്ക ശശിയുടെ മണ്ഡലത്തിൽ നിന്ന് വന്നിരുന്ന സലീക്ക ശശിയുടെ മണ്ഡലത്തിൽ നിന്ന് വന്നിരുന്ന സലീക്ക ഇവിടെ പറയുകയുണ്ടായി പാലക്കാടും ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത് പ്രതിപക്ഷം ഇരുന്നപ്പോ. ശ്രീ ഉമ്മൻചാണ്ടി അത് കേട്ടു, ശ്രീ അനിൽകുമാർ അത് കേട്ടു, പാലക്കാട്ടും മെഡിക്കൽ കോളേജ് അനുവദിച്ചു. പോരായ്മകളുണ്ടാവും, വണ്ടി പോയാൽ അടുത്തതിന് പോകാം. പ്ലീസ് കൺക്ലൂഡ് സർ. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ചെയ്യാനുള്ളത് അവിടേക്ക് ആവശ്യമായ ഡോക്ടർമാരെ കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് രാഷ്ട്രീയമല്ല സർ. അവിടെ നടത്തുന്ന സമരത്തിൽ പങ്കെടുത്ത 8 കുട്ടികൾ, 3 പെൺകുട്ടികളും 5 ആൺകുട്ടികളും, ഒരാൾ പോലും മലപ്പുറം ജില്ലക്കാരല്ല. ഇനി അതിന് അങ്ങനെ ഒരു ബാൻഡ് അടിക്കണ്ട. സമരം നടക്കുന്ന, നിരാഹാരം നടക്കുന്ന കുട്ടികൾ മുഴുവനും മലപ്പുറം ജില്ലക്ക് പുറമേ എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട് സർ. അവിടെയും കളറും മറ്റും നോക്കി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ അത് കൃത്യമായി പറയാൻ വേണ്ടി വിളിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് സർ. സർ, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എംഎൽഎയുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് ബസ്സില്ല എന്ന് പറഞ്ഞു, കൊടുത്തു. എംഎൽഎ ഫണ്ടിൽ നിന്ന് 17 ലക്ഷം രൂപ ബസ്സിന് വേണ്ടിയിട്ട്. കുട്ടികൾക്ക് റൂമിൽ AC ഇല്ല എന്ന് പറഞ്ഞു ചില ക്ലാസുകളിൽ. ഞാൻ പറഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം കൊടുക്കാമെന്ന് പറഞ്ഞു. സർ, ഹോസ്റ്റൽ കെട്ടിടം എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. സർ, ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് ഓർക്കുക, എല്ലാ മെഡിക്കൽ കോളേജ് പോലെയല്ല മഞ്ചേരി മെഡിക്കൽ കോളേജ്. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ നിന്ന് വാരിയെടുത്ത പണം കൊണ്ടാണ് അവിടെയുള്ള മനോഹരമായ 5 നില കെട്ടിടം നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഗവൺമെന്റിൽ നിന്ന് ഒരു നയാ പൈസ കിട്ടിയിട്ടില്ല. ഏത് ഗവൺമെന്റ് ആയിരുന്നാലും, UDF ഗവൺമെന്റിൽ നിന്നും ഒരു നയാ പൈസ കിട്ടാതെയാണ് എവിടെ നിന്ന് നിൽക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടവും. അതുപോലെ കേരളത്തിൽ വേറെ ഒരു ഹോസ്പിറ്റൽ കെട്ടിടം അങ്ങനെയില്ല. പാവപ്പെട്ടവന്റെ സ്കൂൾ കുട്ടികളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ചില്ലിക്കാശ് കൊണ്ട് പിരിച്ചുണ്ടാക്കിയ ആശുപത്രി കെട്ടിടമാണ് ഇന്ന് മനോഹരമായി നിൽക്കുന്ന 5 നില കെട്ടിടം. നിങ്ങൾ ഓർക്കുക, അവിടെയാണ് കുട്ടികൾ താമസിക്കുന്നതും പഠിപ്പിക്കുന്നതും. അപ്പൊ 40 ലക്ഷം ജനങ്ങളുള്ള ആ ജില്ലയോട് അങ്ങ് അവഗണിക്കരുത്, ഈ ഗവൺമെന്റ് അവഗണിക്കരുത്. നിങ്ങളുടെ പാർട്ടിക്ക് ഇപ്പൊ അവിടെ തന്നെ വളക്കൂറുണ്ടല്ലോ, പലരും ജയിച്ചു വരുന്നുണ്ടല്ലോ, പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തള്ളിക്കളയണ്ട, രാഷ്ട്രീയമായും തള്ളിക്കളയണ്ട. അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ ഓർത്ത് ഈ കുട്ടികളുടെ സമരം അവസാനിപ്പിക്കണം സർ. കുട്ടികളുടെ പട്ടിണിയിൽ നിന്ന് അവരെ സംരക്ഷിക്കണം സർ. 4 കുട്ടികൾക്ക് അപകടകരമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർമാരുടെ റിപ്പോർട്ട് പത്രത്തിലുണ്ട് സർ. എല്ലാ പത്രങ്ങളുണ്ട് സർ. പത്രങ്ങൾ ഇപ്പൊ എടുത്തു നോക്കുക. ഇത് മാധ്യമം, മഞ്ചേരി മെഡിക്കൽ കോളേജ് സമരം തുടർന്നു, കലക്ടറെ തടഞ്ഞു വിദ്യാർത്ഥികൾ. ജനയുഗം, മഞ്ചേരി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക്. ഓക്കെ സർ. അല്ലല്ല, 1-2 പത്രങ്ങൾ പറയൽ ആവശ്യം സർ. മാതൃഭൂമി, മനോരമ, എല്ലാ പത്രങ്ങളും സർ വളരെ പ്രധാനത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുക. മലപ്പുറത്തെ ജനങ്ങൾ മുഴുവനും സർ ഈ കുട്ടികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുക. എന്തിനു വേണ്ടിയെന്നാണ് സർ? തിരുവനന്തപുരത്തും കോഴിക്കോട്ടും സ്റ്റെതസ്കോപ്പ് ഇട്ട ഡോക്ടർമാർ വന്നാൽ അത്ഭുതമില്ല. പക്ഷേ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റെതസ്കോപ്പ് ഇട്ട കുട്ടികൾ നാളെ ഡോക്ടർമാരായി പുറത്തിറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് സർ. അത് കാണുന്നതിന് വേണ്ടി കൺകുളിർക്കെ കാണാൻ. എന്തുകൊണ്ട്? മുമ്പ് ഞങ്ങൾക്ക് നിഷേധിച്ചത്, ഞങ്ങൾക്ക് നേടാൻ കഴിയാത്തത് ഞങ്ങളുടെ പുതിയ തലമുറക്ക് നേടി മലപ്പുറം ജില്ലക്കാരല്ലെങ്കിൽ പുറമേയുള്ള കുട്ടികൾ ഡോക്ടർമാർ മഞ്ചേരി പട്ടണത്തിൽ കൂടി ഡോക്ടർമാരായി വരുന്നത് കാത്തിരിക്കുന്ന എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം അതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. അതുകൊണ്ട് മറ്റ് മെഡിക്കൽ കോളേജുകളെ തകർത്തതുപോലെ ഇതിനെ തകർക്കരുത്. ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് സഹായിക്കണം, അങ്ങ് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ 4-5 പുതിയ മെഡിക്കൽ കോളേജുകളോട്, പ്രത്യേകിച്ച് മഞ്ചേരിയോട് ഉദാരമായ ഒരു സമീപനം എടുക്കണം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സഭാ നടപടി നിർത്തി